നമ്മുടെ പുതിയ പച്ചക്കറി തോട്ടത്തിലേക്ക് നമുക്ക് ആവശ്യമായ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വിത്തുകൾ പാകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ക്യാപ്സിക്കത്തിൻ്റെ സീഡാണ്. അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ സീഡുണ്ട്, കുക്കുംബറിൻ്റെ സീഡുണ്ട്. ഇതിനകത്ത് ബീൻസും തക്കാളിയുടെയും സീഡുകൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കുക്കുംബറും ക്യാപ്സിക്കവും നടുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ വിത്ത് പാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ വിത്തുകൾ പാകിയിട്ട് മുളയ്ക്കാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു മെത്തേഡാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ കുക്കുംബറിൻ്റെയും അതേപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെയും വിത്ത് പാകുന്നത് എങ്ങനെയാണെന്ന്. ഇത് സീഡ് ട്രേയിൽ കമ്പോസ്റ്റ്, അതായത് നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കിയത് നിറച്ച് വെച്ചേക്കുക. അപ്പോൾ ഇതിനകത്താണ് ക്യാപ്സിക്കത്തിൻ്റെ വിത്ത് പാകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രേക്കകത്തേക്ക് നമുക്ക് ചെറിയൊരു സ്പേസ് മതിയാവും ക്യാപ്സിക്കം നടുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു ഹോളിൽ നമുക്ക് ഇത്രയും ഒരു സ്പേസിൽ തന്നെ നട്ടാൽ മതിയാവും. ക്യാപ്സിക്കത്തിൻ്റെ വിത്ത് നമുക്ക് ഈ ഒരു ട്രേക്കകത്തേക്ക് പാകാവുന്നതാണ്. ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉപയോഗിച്ച് തന്നെ ഇത് മൂടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ട്രേക്കകത്ത് പാകിയ വിത്തുകൾക്ക് നല്ല ഒരു നനയാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നന കൊടുക്കുക. കാരണം ഇതിന് ഇനി വരുന്ന 2 ദിവസത്തേക്ക് നമ്മൾ യാതൊരു രീതിയിലുള്ള നനയും കൊടുക്കുന്നതായിരിക്കത്തില്ല. അപ്പോൾ എല്ലാ സീഡുകളിലും നന്നായിട്ട് നന കിട്ടുന്ന രീതിയിൽ നമ്മളത് നനച്ച് കൊടുക്കുക. അപ്പോൾ ചകിരിച്ചോറിനകത്ത് നടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പയർവർഗ്ഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ചിലപ്പോൾ അഴുകി പോകാനുള്ളൊരു സാധ്യതയും കൂടെ. അപ്പോൾ അതുകൊണ്ടാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് പെർലൈറ്റൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇതിനകത്ത് ഈ ക്യാപ്സിക്കത്തിനും അതേപോലെ തന്നെ വഴുതണ, മുളക് വർഗ്ഗത്തിനെല്ലാം കൂടുതലായിട്ടും നന ആവശ്യമുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രേ, നമ്മൾ വിത്ത് പാകിയ ട്രേ മൂടിയിരിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് നമ്മൾ ഇതിനെ മൂടി വയ്ക്കാനായിട്ട് പോവുക. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു ട്രേ ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ചെയ്യുന്നത് ഏതെങ്കിലും പാത്രത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ട്രേയിലൊക്കെ ആയിരിക്കും എല്ലാവരും പാകുന്നത്. അപ്പോൾ ഏത് ഇതായിക്കോട്ടെ അത് മൂടിയിരിക്കത്തക്ക രീതിയിൽ ഒരു കവർ കൊണ്ട് നന്നായിട്ട് മൂടിയ ശേഷം നമുക്ക് എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതിനകത്ത് ഒരു ഹ്യൂമിഡിറ്റി നിലനിൽക്കുകയും ഇതിനകത്തുള്ള വിത്തുകൾ നന്നായിട്ട് മുളച്ച് വരികയും ചെയ്യും. അപ്പോൾ ഇനി 2 ദിവസത്തേക്ക് നമ്മളിത് അനക്കാതെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്നും മുളകൾ വരും. നന്നായിട്ട് ഏകദേശം എല്ലാത്തിനകത്തു നിന്നും മുളകൾ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്.